പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അഥവാ PRP എന്ന വാക്ക് നിങ്ങളിപ്പോൾ ഒരുപാടെടുത്ത് കേട്ട് കാണും. കോസ്മെറ്റോളജി, ഡെർമറ്റോളജി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടെ എല്ലാം PRP ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വളരെ പോപ്പുലറാണ്. പക്ഷേ വന്ധ്യത ചികിത്സയിലും രണ്ട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് PRP ഉപയോഗപ്പെടും. ഇൻട്രാ യൂട്രൈൻ PRP ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ അകത്തെ എൻഡോമെട്രിയം എന്ന് പറയുന്ന പാളിയുടെ കട്ടി കൂട്ടാനും അതിൻ്റെ രക്തയോട്ടം കൂട്ടാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഇത് പൊതുവേ ആവശ്യം വരുന്നത് IVF ചികിത്സ തേടുന്ന സ്ത്രീകൾക്കാണ്. അതിൽ ഈ എംബ്രിയോ ട്രാൻസ്ഫറിന് റെഡി ആയിരിക്കുന്ന സ്ത്രീകൾ, അതായത് ഭ്രൂണമൊക്കെ റെഡിയാണ്, ഇനി അത് ഭ്രൂണം യൂട്രസിൻ്റെ അകത്ത് നമ്മൾ നിക്ഷേപിച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്ങിന് ഒരു 7 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ കട്ടി വേണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ചില സ്ത്രീകളിൽ ഈ കട്ടി എപ്പോഴും കുറവായിരിക്കും. നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്ത് പ്രിപ്പയർ ചെയ്താലും അത് 7-ന് താഴെ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് IVFൻ്റെ വിജയസാധ്യത കുറയാനും അല്ലെങ്കിൽ IVF സൈക്കിൾസ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരാനുമൊക്കെ കാരണമാകും. ഇത് തടയാൻ ഒരു പരിധിവരെ PRPക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. നമ്മൾ PRP യൂട്രസിൻ്റെ അകത്തിടുമ്പോൾ ഈ യൂട്രസ് ലൈനിങ്ങിൻ്റെ തിക്നെസ് കൂടുന്നതായിട്ടും അതിൻ്റെ രക്തയോട്ടമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും ചില പഠനങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ റെക്കറൻറ്റ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയുന്ന കണ്ടീഷനിലും ഇത് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. 2-ൽ കൂടുതൽ തവണ വളരെ നല്ല ക്വാളിറ്റി ഭ്രൂണം ഉപയോഗിച്ച് IVF ചെയ്തിട്ടും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷനാണ് RIF. അങ്ങനെയുള്ള സ്ത്രീകളിലും PRPക്കൊരു റോളുണ്ട്. അപ്പോൾ PRP എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇടുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു സ്ത്രീ IVFനുള്ളൊരു സ്ത്രീ OPയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാബിൽ സാധാരണ ബ്ലഡ് എടുക്കുന്ന പോലെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന സെല്ലിനെ മാത്രം വേർതിരിച്ചെടുക്കുന്നു. ആ പ്രൊസീജിയറിനാണ് കുറച്ച് സമയം എടുക്കുന്നത്. എന്നിട്ട് അത് OP പ്രൊസീജിയറായിട്ട് ഒരു അനസ്തീഷ്യയും ആവശ്യമില്ലാതെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് വിക്ഷേപിക്കുന്നു. ഇതൊരു സിമ്പിളായിട്ടും സേഫായിട്ടും ചെയ്യാവുന്ന, വലിയ വേദനയൊന്നും ഇല്ലാത്തൊരു ചെറിയ ഡിസ്കംഫർട്ട് മാത്രം ഉണ്ടാക്കുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ പല പേഷ്യൻസിനും ഇതുകൊണ്ട് തന്നെ PRP കൊണ്ട് തന്നെ എൻഡോമെട്രിയം വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്.